തെരഞ്ഞെടുപ്പിൽ ഇടതു പരാജയത്തിന് കാരണമായ തിരിച്ചടിക്ക് സോഷ്യൽ മീഡിയയാണെന്ന് ആരോപണമുയർത്തി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ഇടതിനുണ്ടായത് സോഷ്യൽ മീഡിയ തിരിച്ചടിയാണ്. ഇടതുപക്ഷം എന്ന് കരുതുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെ പല സംഘങ്ങളും വിലയ്ക്ക് വാങ്ങുകയാണ്. പോരാളി, ഷാജി, ചെങ്കോട്ട എന്നൊക്കെയുള്ള ഗ്രൂപ്പുകൾ ഇടതുപക്ഷമെന്ന് കാണുമ്പോൾ തോന്നുമെങ്കിലും ഇതിന്റെ അഡ്മിനെയെല്ലാം വിലയ്ക്ക് വാങ്ങി ഇടതുവിരുദ്ധ പ്രചാരണം നടത്തുകയാണ്. ഇത് പുതിയ കാലത്ത് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. സോഷ്യൽ മീഡിയയിൽ മുഴുകുന്ന ശീലം ചെറുപ്പക്കാരിൽ വ്യാപകമായി കഴിഞ്ഞു. ഇത് ദോഷകരമായി തിരഞ്ഞെടുപ്പിൽ ഇടതിനെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്ത് നുണയും പ്രചരിപ്പിക്കാം എന്ന പുതിയ കാലത്തിനനുസരിച്ച നിലപാടാണ് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഇവിടെ സ്വീകരിക്കുന്നത്. അത് വിശ്വസിച്ചു പോകുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ദുരന്തം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപത്തിന് ഇരയായ ഒരാളല്ലേ ശൈലജ ടീച്ചർ? ഏറ്റവും കൂടുതൽ അധിക്ഷേപം, അതിനെല്ലാം നേതൃത്വം കൊടുത്തത് സോഷ്യൽ മീഡിയ സംവിധാനമല്ലേ? എങ്ങനെയാ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ചെയ്യുന്നത്? നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം, മനസ്സിലാക്കണം. അത് മറ്റൊന്നുമല്ല, ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ്. ചെങ്കോട്ട, ചെങ്കതിർ, പോരാളി ഷാജി, ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിന് അനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും. പക്ഷെ ഇപ്പൊ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ്. അത്തരം ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്നവർ, ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ, ആ അഡ്മിനെ വിലക്ക് വാങ്ങുകയാണ്. ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യമല്ല വരുന്നത്, പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ CPM വിരുദ്ധ പോസ്റ്റുകളാണ്.